നമ്മുടെ പയ്യാമ്പലത്ത് പോയപ്പോൾ ഒരു ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയതാണേ. അപ്പോൾ ആദ്യം തന്നെ വന്നത് സ്ട്രോബെറി ഐസ്ക്രീം മിൽക്ക് ഷേക്കാണ്. 160 രൂപയും ടാക്സുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കുടിക്കാൻ മാത്രം പോരല്ലോ, കഴിക്കാൻ വേണ്ടി ആദ്യം വന്നത് ടെൻഡർ ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് ആണ്. 330 രൂപയും ടാക്സുമാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും വരുന്നുണ്ടേ. അപ്പോൾ അതിൻ്റെ കൂടെ കെച്ചപ്പുണ്ട്. കെച്ചപ്പ് നമുക്ക് ആദ്യം എല്ലാ ബ്രെഡിൻ്റെ മുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിലൊക്കെ ആക്കിയതിന് ശേഷം കഴിക്കാൻ തുടങ്ങാം. ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസും അടിപൊളിയായിരുന്നേ. എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെ നമ്മുടെ സാൻഡ്വിച്ച് വരുന്നത് 4 ലെയർ ബ്രെഡിൻ്റെ അകത്ത് ചീസും ലെറ്റ്യൂസ് ലീവ്സും ചിക്കനും ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. നമ്മളിന്ന് വന്നിട്ടുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പയ്യാമ്പലത്തുള്ള ക്ലബ് സുലൈമാനിയിലാണ്. ക്ലബ് സുലൈമാനി ഓപ്പൺ ആയ സമയത്ത് നമ്മളിവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു സുലൈമാനി മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ അടുത്ത ഐറ്റം വന്നിട്ട് ദില്ലി ബട്ടർ ചിക്കൻ ആണ് ഇത്. അതിൻ്റെ കൂടെ തന്നെ കുബൂസും കൂടി വരുന്നുണ്ട്. 2 കുബൂസ് കട്ട് ചെയ്തിട്ട് 4 പീസാക്കിയിട്ട് അതിൻ്റെ കൂടെ സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിക്കൻ സെർവ് ചെയ്ത ബൗള് സൈഡ് പിടിയൊക്കെയുള്ള ഒരു ബൗളായിരുന്നേ. അപ്പോൾ ബൗള് പിടിച്ചിട്ട് പ്ലേറ്റിലേക്ക് എങ്ങനെ കമഴ്ത്തി. ഭാഗ്യത്തിന് ചിക്കനൊന്നും പുറത്തേക്ക് പോയിട്ടില്ല, കറക്റ്റ് പ്ലേറ്റിലോട്ട് തന്നെ വീണിട്ടുണ്ടായിരുന്നേ. ദില്ലി ബട്ടർ ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര്. ആ പേരിലുള്ള പോലെ തന്നെ ബട്ടർ നന്നായിട്ടുണ്ട്. പിന്നെ ഒരു ക്രീമി ടൈപ്പ് ഗ്രേവിയാണ് ഇതിൻ്റെത്. ഞാൻ ആദ്യമായിട്ടാണ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇത്തരം കറിയൊക്കെ കഴിക്കുന്നത്. സാധാരണ മെനു കാർഡ് ഇങ്ങനെ നോക്കിയിട്ട് ഏട്ടാ ഒരു ചിക്കൻ ബിരിയാണി ഇങ്ങനെ തന്നേന്നാണ് പൊതുവേ പറയാറ്. ചിക്കന് ഫ്രൈ ചെയ്തിട്ട് ആ മസാലയിൽ, ആ ക്രീമി മസാലയിൽ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയായിരുന്നു. ആ കുബൂസും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. സ്ട്രോബെറി ഷേക്ക് ആദ്യം തന്നെ ഇവർ കൊണ്ടുതന്നുകൊണ്ട് ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും ആ ഷേക്കും അങ്ങ് തീർന്നു. പിന്നെ ദാഹിക്കാനും കൂടി തുടങ്ങി. അപ്പോൾ ഈ ചൂടൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒരു വാനില ഐസ്ക്രീം ഷേക്ക് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. 150 രൂപയും ടാക്സുമാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.